എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴയിൽ വെച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ യാത്ര ചെയ്യുന്ന സമയത്ത് സമാധാനപരമായി പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിരുന്നു. ഒന്ന് ശ്രീ എ ഡി തോമസ്, മറ്റൊന്ന് ശ്രീ അജയ് കുര്യാക്കോസ്. ഇതിൽ ശ്രീ എ ഡി തോമസ് ഇന്ന് MLA ആണ്. മുഖ്യമന്ത്രിയുടെ വാഹനം പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരടങ്ങിയിരിക്കുന്ന ഒരു വാഹനം അവിടെ വന്ന് നിർത്തുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നു. ലാത്തിക്ക് സമാനമായിട്ടുള്ള വലിയ വടി ഉപയോഗിച്ച് അവരെ പൊതിരെ തല്ലുന്നു. ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെ അന്ന് പാർട്ടിയുടെ ആൾക്കാരൊക്കെ തന്നെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ്. മുഖ്യമന്ത്രിയെ വഴി തടയുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇവർ ശ്രമിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെയൊക്കെ ഈ വാഹനത്തിൻ്റെ മുന്നിൽ വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു ഇത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അത് കേരളത്തിൽ മൊത്തത്തിൽ കഴിഞ്ഞ സർക്കാരിനോട്, വിശേഷ്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് വലിയ അതൃപ്തി ഉണ്ടാക്കുന്നതിന് കാരണമായി. അത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അത് പ്രതിഫലിച്ചു. സർക്കാർ മാറുകയും ചെയ്തു. ഈ പുതിയ സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇവർക്കെതിരായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തന ആരോപണത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വെളിവായിട്ടും ഈ സർക്കാർ ഇപ്പോഴും അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ADGP ശ്രീ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ എന്നുള്ള ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ആൾക്കാരുടെ മനസ്സിലുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഈ ആലപ്പുഴയിലെ മർദ്ദനം, അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒന്നാം ഭാഗം മാത്രമായിരുന്നു എന്നാണ്. ദൃശ്യം സിനിമയുടെ 2-3 ഭാഗങ്ങൾ ഉണ്ടായതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന്, അവരെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ശ്രീ MR അജിത് കുമാർ ശ്രമിച്ചത് എന്നുള്ള ആരോപണം അഥവാ സർക്കാർ കടലാസിൽ വന്നിരിക്കുന്ന പരാമർശം. ഇനി അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ശ്രീ അജിത് കുമാറിനെതിരായിട്ട് ഇങ്ങനെയുള്ള പരാമർശം ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ പൂർണ്ണമായും ഇപ്പോഴത്തെ സർക്കാർ നിസ്സംഗത പുലർത്തി അദ്ദേഹത്തിനെ രക്ഷാപ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന രീതിയിലത്തേക്കുള്ള പ്രതീതി. സത്യത്തിൽ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും രക്ഷാപ്രവർത്തനമാണ് കൂടുതൽ ഗുരുതരം. കാരണം ഒന്നാമത്തേത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തായിരുന്നു എങ്കിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും നിലവിലത്തെ സർക്കാരാണ് അതിൻ്റെ സ്പോൺസർ എന്നുകൂടി കരുതേണ്ടി വരും. അത് തീർച്ചയായിട്ടും നല്ല ഒരു ലക്ഷണമോ സന്ദേശമോ അല്ല കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഈ പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തോമസിനും കുര്യാക്കോസിനും എതിരായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ നടപടികൾ സ്വീകരിക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നത്. വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു തീരുമാനം, എന്നാൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിൻ്റെ പ്രഖ്യാപനം കൂടിയായിട്ട് അത് മാറുകയും ചെയ്തു. വളരെ ത്വരിത വേഗത്തിൽ ആ അന്വേഷണം പുരോഗമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ ADGP ശ്രീ MR അജിത് കുമാറിനെതിരായിട്ടുള്ള പരാമർശം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ അന്വേഷണം മെല്ലെപ്പോക്കിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്, അഥവാ ഇതിൻ്റെ തുടർ നടപടികൾ. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊക്കെ തന്നെ DGPക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ആഴ്ചകളായതിനു ശേഷവും ഒരു തരത്തിലുള്ള നടപടിയും ഡിപ്പാർട്ട്മെൻറ്റലായിട്ടോ അല്ലാതെയോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശ പ്രഖ്യാപനമായിട്ട് കൂടി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം പിന്നീട് അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി പോലും നിലവിലത്തെ സർക്കാരിനില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മെല്ലെപ്പോക്കാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈ കാലതാമസത്തിനെ കോൺഗ്രസിന് എങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട്, വിശദീകരിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ മർദ്ദനമേറ്റിരിക്കുന്നതിൽ ഒരാൾ ഇപ്പോൾ സിറ്റിംഗ് MLA ആണ്. കേസ് ഡയറി തിരുത്താനായിട്ട് ആവശ്യപ്പെട്ടു, അന്വേഷണം അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയുള്ള പരാമർശം ഉണ്ടായതിനു ശേഷവും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എങ്കിൽ അതിൽ 2 തരത്തിലുള്ള വ്യാഖ്യാനത്തിന് മാത്രമേ സ്കോപ്പുള്ളൂ. അതിലൊന്ന് നിലവിലത്തെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, അവർക്ക് യാതൊരു വിധത്തിലുള്ള കഴിവുമില്ല എന്നാണ്. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടുന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള സാഹചര്യവുമില്ല. രണ്ടാമത്തെ അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നിലവിലത്തെ സർക്കാരും ഈ ആരോപണ വിധേയനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലാണ്. അത് കൂടുതൽ അപകടകരമാണ്, കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി UDFന് നൽകിയിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അടക്കമുണ്ടായിരുന്ന മര്യാദകേടുകൾ അതേപടി തുടരുന്നതിന് വേണ്ടിയായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് പരിഹരിക്കുക എന്ന അർത്ഥത്തിലായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള അവരുടെ പാർട്ടിയൊക്കെ പോകട്ടെ, സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവരുടെ മൗലികാവകാശം അവർ എക്സസൈസ് ചെയ്യുമ്പോൾ
അതിനെതിരെ വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മര്യാദകേട് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായപ്പോൾ അതിൽ രാഷ്ട്രീയ ഭിന്നതകളെല്ലാം മറന്നുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാർക്കൊപ്പം അവരുടെ കോസിനൊപ്പമാണ് കേരളീയ ജനത നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കഴിഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സന്ദേശമായിട്ട് കൂടി മാറുന്നതും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതും. പക്ഷെ അങ്ങനെ കിട്ടിയിരിക്കുന്ന ജനങ്ങളുടെ മാൻഡേറ്റ് ഒരു ADGPയുടെ സ്ഥാനത്തിനേക്കാൾ താഴെയാണ് എന്ന മട്ടിൽ നിലവിലെ സർക്കാരിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് നല്ല ഒരു ലക്ഷണമല്ല. സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻ്റൽ നടപടികൾ, ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള മറ്റ് നിയമപരമായിട്ടുള്ള നടപടികളൊക്കെയാണ് സർക്കാർ ഈ ആരോപണ വിധേയരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കാണുന്നത്, ഭരണം മാറിയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് നേതാവ് അധികാരത്തിൽ വന്നാലും ഈ അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ ഉള്ള സ്വാധീനം നഷ്ടപ്പെടുത്താതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് പറയേണ്ടി വരും. സത്യത്തിൽ ഇവിടെ പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ശ്രീ MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന രീതിയിലത്തേക്കുള്ള പരാമർശമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലൊന്ന്, കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണം എന്നത് അവരുടെ പ്രതിഷേധിക്കാനുള്ള മൗലികാവകാശത്തിന് എതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം നടന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. അധികാര ദുർവിനിയോഗം ഉപയോഗിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്നതിന്, വഴിതിരിച്ചു വിടുന്നതിന് ശ്രമിച്ചു. CCTV ദൃശ്യങ്ങളടക്കമുള്ള എവിഡൻസ് എല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ തന്നെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവരിൽ മാനസിക സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമുണ്ടായി. കേസ് ഡയറി തിരുത്താനായിട്ട് വഴിവിട്ടുള്ള നിർദ്ദേശം നൽകി. ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിനെ അദ്ദേഹം തന്നെ അട്ടിമറിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശത്തിനെ ലംഘിച്ചു. തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ശ്രീ MR അജിത് കുമാറിനെതിരായിട്ട് നിലവിൽ വന്നിരിക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളെ, പരാമർശങ്ങളെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ന്യായമെങ്കിലുമുണ്ട്. പക്ഷേ ഈ സർക്കാരിന് എന്ത് തരത്തിലുള്ള ന്യായമാണ് ആ കാര്യത്തിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയ വീഴ്ചയല്ല. ഔദ്യോഗിക രേഖ തിരുത്തി എഴുതാനോ അല്ലെങ്കിൽ തെളിവ് പൂഴ്ത്തിവെക്കാനോ യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനോ വഴിവിട്ട ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ ആരോപണം നേരത്തെ തന്നെ ശ്രീ MR അജിത് കുമാറിനെതിരെ ഇപ്പോൾ ഭരണത്തിൻ്റെ സാരഥ്യത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ അവർ എംപവേർഡ് ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മെല്ലെപ്പോക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു വിധത്തിലുള്ള പ്രീതിയും കൂടാതെ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്ന സ്ഥാനത്തിരിക്കുന്ന യൂണിഫോംഡ് ഉദ്യോഗസ്ഥൻ പൗരന്മാരുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അന്നത്തെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യ സംരക്ഷണത്തിനായി നൽകി എന്ന് വന്നാൽ അത് ചെറിയൊരു പ്രശ്നമല്ല. അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ എന്ത് എക്സ്റ്റെൻഡഡ് ലയബിലിറ്റിയാണ് മറ്റൊരു സർക്കാരിനുള്ളത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇങ്ങനെയുള്ള ഒരു നടപടി കീഴുദ്യോഗസ്ഥർക്ക് നൽകുന്നത് എന്നാലോചിച്ച് നോക്കുക. ഒരു കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതൻ്റെ താല്പര്യപ്രകാരമാണ് പ്രവർത്തിച്ചതെങ്കിൽ ആ വിഷയത്തിലെ നീതിയും ന്യായവും ഒക്കെ മറന്നുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ്. അത് ഒരിക്കലും സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒരു സന്ദേശമാണ്. ഇപ്പോൾ ശ്രീ അജിത് കുമാറിനെതിരായി വന്നിരിക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ പരാമർശങ്ങൾ ഇതൊക്കെ സത്യമാണ് എന്ന് തെളിഞ്ഞാൽ ശ്രീ അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടി ഒരു ഡിപ്പാർട്ട്മെൻ്റൽ അന്വേഷണത്തിലോ നടപടിയിലോ മാത്രം ഒതുങ്ങേണ്ടുന്ന കാര്യമല്ല, മറിച്ച് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ക്രിമിനൽ നടപടി ക്രമങ്ങൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, നീതി നിർവഹണത്തിനെ തടസ്സപ്പെടുത്തൽ, അധികാര ദുർവിനിയോഗം തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെ അതിൻ്റെ പ്രസക്തിയിലേക്ക് വരും. അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. അദ്ദേഹം പോലീസ് സംവിധാനത്തിനെയും IPSനെയും മൊത്തത്തിൽ കളങ്കപ്പെടുത്തി എന്ന് കരുതേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ ഈ സർക്കാരിന് വിമുഖത, കാലതാമസം എന്ന കാര്യത്തിനെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മളിപ്പോൾ അറിയേണ്ടത്, നമ്മൾ ഈ സർക്കാരിനോട് ചോദിക്കേണ്ടത്. എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ശ്രീ അജിത് കുമാർ ഇപ്പോൾ നിലവിൽ ADGP ആണ്. അദ്ദേഹം DGP ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള ഈ അക്രമത്തിനെ കണ്ട കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് മൃദുവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇനി അഥവാ ശ്രീ അജിത് കുമാർ ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ വെൽ വിത്തിൻ റൈറ്റ്സ് ആണ്, അതിൽ വഴിവിട്ട കാര്യങ്ങളൊന്നുമില്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളും അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ഉൾപ്പെടെ കിട്ടുന്നത് ഈ കേസ് അതിൻ്റെ ലോജിക്കലായിട്ടുള്ള മറ്റ് പ്രൊസീജിയറുകളിലേക്ക് പോകുമ്പോഴാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോകാതിരിക്കുന്നിടത്തോളം
ആരോപണ വിധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞ സർക്കാരിനെ പോലെ തന്നെ ഈ സർക്കാരും ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പൊതുധാരണ മാത്രമേ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് നിലവിലത്തെ കോൺഗ്രസ് സർക്കാരിന് നല്ലതല്ല, മുഖ്യമന്ത്രിക്ക് നല്ലതല്ല, ആഭ്യന്തരമന്ത്രിക്ക് നല്ലതല്ല, ADGP ശ്രീ അജിത് കുമാറിനും തീരെ നല്ലതല്ല എന്നാലോചിച്ച് നോക്കുക. ഒപ്പം കോൺഗ്രസിന് വേണ്ടി സമാധാനപരമായി പ്രതിഷേധം നടത്തി തല്ലുകൊണ്ടിരിക്കുന്ന ശ്രീ കുര്യാക്കോസിനും ഇപ്പോൾ MLA ആയിരിക്കുന്ന ശ്രീ തോമസിനും ഇത് എന്ത് തരത്തിലുള്ള ആശ്വാസമാണ് നൽകുന്നത്, കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇത് നൽകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിലയിരുത്തേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ടത് നിലവിലത്തെ കോൺഗ്രസ് നേതൃത്വമാണ്, ഭരണ നേതൃത്വമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടർഭാഗങ്ങൾ ഇതോടുകൂടി അവസാനിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.